നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപട്യം. ദുരിതബാധിതരോടുള്ള അവഗണന ഇന്നും തുടരുന്നു. പ്രതിഷേധവുമായി CPI ജില്ലാ കമ്മിറ്റി. വി മുരളീധരന്റെ പരാമർശം അപഹാസ്യമെന്നും CN ചന്ദ്രൻ. നോർത്ത് മലബാർ ട്രാവൽ ബസാർ ഈ മാസം 23-ന് സംഘടിപ്പിക്കുന്നത് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയുമായി CH ബൈജു. കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്നും. കുരുമുളകിനൊപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും. കൃഷി മാനസികോല്ലാസത്തിനെന്ന് ബൈജു. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴഞ്ചിന് ആത്മാർത്ഥത കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ രോഷം. ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. ഇന്ന് തെക്കും വടക്കുമായി ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം നിസ്സംഗനാണ്. അദ്ദേഹത്തിന് ശബ്ദമില്ല. കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതുപോലൊരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്ന ഈ നിശബ്ദതയും നിസ്സംഗതയും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മനസ്സാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപട്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് CN ചന്ദ്രൻ പറഞ്ഞു. വയനാട് ദുരന്തത്തെപ്പറ്റി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പരാമർശം അപഹാസ്യമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരാജകത്വം നിലനിൽക്കുന്നു. മണിപ്പൂരിൽ കലാപം തുടരുകയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിസ്സംഗത പുലർത്തുകയാണെന്ന് CN ചന്ദ്രൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KT ജോസ്, CP ഷൈജൻ, A പ്രദീപൻ, വെള്ളോറ രാജൻ, KM സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. സമുദ്രതീരം ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ 31 ബറ്റാലിയന്റെ NCC പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായി കടൽത്തീരത്ത് നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പയ്യാമ്പലം ബീച്ച്, ചാൽ ബീച്ച്, മുഴപ്പിലങ്ങാട് ബീച്ച് എന്നിവ ശുചീകരിച്ചു. 500ഓളം കേഡറ്റുകൾ 2 മണിക്കൂർ സമയം കൊണ്ട് 8 ക്വിന്റൽ മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. വിനോദസഞ്ചാരികൾ കടൽത്തീരത്ത് നിക്ഷേപിക്കുന്നതും നഗരങ്ങളിൽ നിന്ന് പുഴകളിലൂടെ ഒഴുകി കടലിലെത്തി തീരത്തടിഞ്ഞതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മീൻപിടുത്ത വലകളുമാണ് കേഡറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്ത് നിന്ന് മാറ്റിയത്. പയ്യാമ്പലം ബീച്ചിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ AS ബാലി ഉദ്ഘാടനം ചെയ്തു. മത്സ്യങ്ങളുടെയും കടലാമകൾ ഉൾപ്പെടെയുള്ള കടലിലെ മറ്റു ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിന് സമുദ്രങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും പദ്ധതിയിലൂടെ NCC ലക്ഷ്യമിടുന്നു. കടൽത്തീര സംരക്ഷണ പ്രതിജ്ഞയും എടുത്ത് സമുദ്രത്തിൻ്റെ തീരത്ത് 2 കിലോമീറ്റർ നീളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാനായതിൻ്റെ സംതൃപ്തിയോടെയാണ് കേഡറ്റുകൾ NCC ഗീതവും ചൊല്ലി മടങ്ങിയത്. കണ്ണൂർ SN കോളേജ്, തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക്, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ, അഴീക്കോട് സ്കൂൾ, ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകളാണ് ബീച്ച് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സുബേദാർ മേജർ ഹോണറി ലഫ്റ്റനന്റ് B വെങ്കടേശ്വർലു, ബറ്റാലിയൻ ഹവിൽദാർ മാനേജർമാരായ സുനിൽകുമാർ S, റൂബിൻ സുനവർ, NCC ഓഫീസർമാരായ ലഫ്റ്റനന്റ് സുനീഷ് PC, 3rd ഓഫീസർമാരായ സുന PV, രശ്മി KM എന്നിവർ പ്രസംഗിച്ചു. കേഡറ്റുകളായ അണ്ടർ ഓഫീസർ അയന രാജൻ P, അമൽരാജ് PV, ആകാശ് P, നിഹാൽ കൃഷ്ണ, അവിനാഷ് ടോണി, അഭിനവ് P, ശ്രീഭദ്ര G വർമ്മ, വിഷ്ണു, വേണുഗോപാൽ P എന്നിവർ നേതൃത്വം നൽകി. ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. 7 ബ്ലോക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നടന്ന പരിപാടിയിൽ പട്ടുവം, പരിയാരം, ചെറുതാഴം, 7 തളിപ്പറമ്പ് നഗരസഭ തുടങ്ങി 5 ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. 7 ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ RK അഷ്റഫ്, പബ്ലിക് ഹെൽത്ത് ജീവനക്കാർ, HI, JHI, MLSP, RBSK നഴ്സുമാർക്ക് പരിശീലനം നൽകി. അങ്ങനെ ഒരുപാട് മരുന്നുകൾ പ്രയോഗിച്ചാൽ ഒരുപക്ഷെ പല ആന്റിബയോട്ടിക്കുകൾക്ക് വഴങ്ങാത്ത ഒരു രോഗബാധ ഒരാൾക്ക് വന്നാൽ അത് മരണത്തിലേക്ക് തന്നെ നയിക്കും. അപ്പൊ ആ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരു കരുതലാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ആന്റിബയോട്ടിക്കുകളൊന്നും നമ്മളെ റിസർച്ച് പൈപ്പിലൈനിലില്ല. അപ്പൊ വന്നിരിക്കുന്നതിൽ തന്നെ കുറച്ച് മരുന്നുകൾ നമ്മൾ റിസർവിൽ വെക്കണം. TBക്കെല്ലാം ഉപയോഗിക്കാവുന്ന മരുന്നുകൾക്ക് ഇനോളോൺസൊക്കെ ചെറിയ ജലദോഷത്തിനും കഫത്തിനും ഉപയോഗിച്ചിട്ട്
അതിന് TV അടക്കമുള്ള റെസിഡന്റായി പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നൽകണം. ഓഫീസിൽ ഡോക്ടറിലേക്ക് തുടങ്ങിയ ആക്സസ് ചെയ്യപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കാവുന്ന അസുഖങ്ങളായിരിക്കും 95%. ആ അസുഖങ്ങൾ അതിൽ തന്നെ ചികിത്സിക്കുന്ന രീതിയിലുള്ളൊരു ബോധം ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ചികിത്സ കിട്ടുന്ന ജനങ്ങൾക്കും ഉണ്ടായിരിക്കണം. ബാക്കി 5% മാത്രമേ മറ്റു മരുന്നുകൾ ആവശ്യം ഉണ്ടാവാറുള്ളൂ. തോട്ടില വെസ്റ്റ് UP സ്കൂൾ ശതവർഷോത്സവത്തിന്റെ ഭാഗമായി രക്ഷാകർതൃ സംഗമവും നൈപുണ്യ വികസന പരിശീലനവും അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൌൺസിലർ KV അനിത ഉദ്ഘാടനം ചെയ്തു. തോട്ടട വെസ്റ്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് രക്ഷാകർതൃ സംഗമം സംഘടിപ്പിച്ചത്. ഫലപ്രദമായ രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, നൈപുണ്യ വികസന പരിശീലനം, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവയാണ് സംഗമത്തോടനുബന്ധിച്ച് നടത്തിയത്. മലയാള പുരസ്കാര വേദിയുടെ സംസ്ഥാന പുരസ്കാരം നേടിയ ജനു ആയിച്ചാൻ കണ്ടിയെ സംഗമവേദിയിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു. അതുപോലല്ല, കാരണം ഒരു പരന്ന ഇല, ഒന്നര ഇല അങ്ങനെയല്ലല്ലോ. ഓരോ ഇല വരുമ്പോഴും ഒരു കത്രികയും ഇപ്പം പശയൊക്കെ ആയിട്ട് ഇറങ്ങും. എന്നിട്ട് ഇതിന്റെ ഇല മുറിച്ച് കൊന്നമൃത്തിന്റെ ഇല പോലെ ആക്കും. അങ്ങനെ ഓരോ ഇല വരുമ്പോഴും മുറിച്ച് അവസാനം ഈ മരം വലിയ കൊന്നമരമായി കഴിയുമ്പോൾ കൈ നിറയെ കിട്ടുമല്ലോ കൊന്നപ്പൂവ്, അല്ലെ മാവില പോലെ ആക്കി വെച്ച് അവസാനം കൈ നിറയെ കിട്ടുമല്ലോ മാങ്ങ. കിട്ടൂലേ? കിട്ടണ്ടേ? കിട്ടുമോ? അതിനെ മരം തന്നെ വളരാൻ വെച്ചിരുന്നെങ്കിലും എന്തു മരമാവട്ടെ, ഒരു പ്ലാവാവാം, മാവാവാം, കൊന്നയാവാം, ഒരു പുളിമരമാവാം, നെല്ലിയാവാം. തോട്ടട വെസ്റ്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് K. ലതീഷ് അധ്യക്ഷത വഹിച്ചു. റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ N. പ്രകാശൻ മാസ്റ്റർ അനുമോദന പ്രസംഗം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ K. പ്രസീത, ശ്രീനാരായണ ഗുരു സ്മാരക സംഗീത സഭ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി P. വിനോദ്, SRG കൺവീനർ സുലജ ദാമോദരൻ, സൈക്കോളജിസ്റ്റ് പ്രദീപ് മാലോത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P. ഷിജു എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപട്യം, ദുരിതബാധിതരോടുള്ള അവഗണന ഇന്നും തുടരുന്നു. പ്രതിഷേധവുമായി CPI ജില്ലാ കമ്മിറ്റി. വി മുരളീധരന്റെ പരാമർശം അപഹാസ്യമെന്നും CN ചന്ദ്രൻ. നോർത്ത് മലബാർ ട്രാവൽ ബസാർ ഈ മാസം 23-ന് സംഘടിപ്പിക്കുന്നത് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയുമായി CH ബൈജു. കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്നും. കുരുമുളകിനൊപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും. കൃഷി മാനസികോല്ലാസത്തിനെന്ന് ബൈജു. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായി നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാവൽ ബസാർ സംഘടിപ്പിക്കുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നവംബർ 23-ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന്
ചേംബർ പ്രസിഡന്റ് ടി.കെ. രമേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലുടനീളമുള്ള 200ഓളം ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ 80ഓളം ടൂറിസം സംരംഭകരും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയിലുടനീളമുള്ള ടൂർ ഓപ്പറേറ്റർമാരും ഉത്തര മലബാറിലെ ടൂറിസം സംരംഭകരും സേവനദാതാക്കളും പരസ്പരം സംവദിക്കാനുള്ള അവസരമാണ് B2B മീറ്റിംഗിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് രമേഷ് കുമാർ പറഞ്ഞു. 23-ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിക്ക് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഒരുക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ കോൽക്കളി, ദഫ്മുട്ട്, പൂരക്കളി, തിരുവാതിര, മോഹിനിയാട്ടം, തെയ്യം അവതരണം എന്നിവയും നടക്കും. 24-ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ട്രാവൽ ബസാറിലെ സ്റ്റാളുകൾ സന്ദർശിക്കാൻ അവസരമുണ്ട്. ഒരു കുതിപ്പ് തന്നെ ഉണ്ടായി എന്ന് പറയാം. അതാണ് ഞാൻ കിട്ടിയ വിവരങ്ങൾ. അതിൽ നിന്ന് ഭാഗമായി ഈ വർഷത്തെ NMTB നോർത്ത് മലബാർ ടൂറിസം ബസാർ ആണ് ഈ വരുന്ന നവംബർ 23-24 തീയതി ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. ഏകദേശം 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ കേരളത്തിന് വെളിയിൽ നിന്ന് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട്. 80ഓളം സ്റ്റാളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോർത്ത് മലബാറിലെ ടൂറിസം വികസനം അതാണ് അത്യന്തികമായ നമ്മൾ തീരുമാനത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ടൂറിസം രംഗത്തുള്ള വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ബീയിങ് എ ഗോഡ്സ് ഓൺ കൺട്രി, അത് കേരളം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി മുതൽ തിരുവനന്തപുരം മാത്രമേ ടൂറിസത്തിന് വികസന മേഖലയിലുള്ളൂ. നോർത്ത് മലബാർ ടോട്ടലി നെഗ്ലക്റ്റഡ് ആണ്. സെക്രട്ടറി C. അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് TV. മധുകുമാർ, ജോയിന്റ് സെക്രട്ടറി P. മുകുന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 50ന്റെ നിറവിൽ സന്നിധാനം പോസ്റ്റ് ഓഫീസ് 1974 മണ്ഡലകാലത്ത് പൂർണ്ണ സംവിധാനങ്ങളോടെ തുടങ്ങിയ പോസ്റ്റ് ഓഫീസാണ് ഇത്. സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം 689713 എന്ന വിലാസത്തിൽ അയ്യപ്പന് ഭക്തർ അയക്കുന്ന കത്തുകളും കാണിക്കയായുള്ള മണി ഓർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും. മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രം പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് 50 വർഷം ആകുന്നു. 1974 മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ഇവിടെ തപാൽ ഓഫീസ് തുടങ്ങിയത്. സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം 689713 എന്ന വിലാസത്തിൽ അയ്യപ്പന് ഭക്തർ അയക്കുന്ന കത്തുകളും കാണിക്കയുള്ള മണി ഓർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും. 18ാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും പ്രത്യേകതയാണ്. ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം 4 ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തർ അയക്കാറുണ്ട്. ഇവ ദേവസ്വം അധികൃതർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ M. മനോജ് കുമാർ പറഞ്ഞു. ശബരിമല മണ്ഡലം മകരവിളക്ക് സമയത്ത് പ്രവർത്തനക്ഷമമാകുന്ന ഒരു ഓഫീസാണ് ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ്. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവിളക്ക് സീസണിലും വിഷു സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള നടപടികളും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം. പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇന്നും കണ്ടുവരുന്ന ലെറ്ററുകൾ അയ്യപ്പന് എത്തിക്കൊണ്ടിരുന്ന ലെറ്ററുകളുടെ ബാഹുല്യം വളരെയേറെയാണ്. പല പരാതികളും പരിഭവങ്ങളും ക്ഷണനങ്ങളും മറ്റ് പല വിവരങ്ങളുമായിട്ട് അയ്യപ്പന് ഒരുപാട് ലെറ്ററുകൾ ഇവിടെ സന്നിധാനത്ത് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഹാൻഡ് ഓവർ ചെയ്ത് മണി ഓർഡറുകളും ഇതുപോലെ എത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം കമ്മീഷണർക്കാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഉത്തര കേരള മലയ സമുദായോദ്ധാരണ സംഘത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നതായി സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2021 നവംബറിൽ തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ചിലരാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 8ഓളം പേർ യോഗം ചേർന്ന് ഉത്തര കേരള മലയ സമുദായോദ്ധാരണ സംഘത്തെ ലയിപ്പിച്ചെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിൽ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ചിലരാണ് SMS സമുദായ സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹികളെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിനാലാണ് ഇവർ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഇവരിൽ പലരും പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചവരാണ്. പത്രസമ്മേളനത്തിൽ അത് വ്യാജമാണ്, അത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കില്ല. ആദ്യം പുതുക്കായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ പുതുക്കിയതിന് ശേഷം അത് അംഗീകരിക്കില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഈ 78 മുതൽ
ഈ സമുദായ സംഘം ഉത്തര കേരള മലയൻ സമുദായ സംഘം 45/78 രജിസ്ട്രേഷനിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം വരെ ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. ഒരു പ്രശ്നമില്ല. ആരും പിന്നെ ഇത് റദ്ദ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ലയെന്നോ ഒന്നും ആരും പറഞ്ഞില്ല. അപ്പോൾ നമ്മളെല്ലാവരും അറിവിൽ ഇത് ഈ സംഘടന റദ്ദ് ചെയ്യില്ല എന്നാണ് നമ്മളെ രജിസ്റ്റേർഡ് അങ്ങനെ നിലനിൽക്കും. പിന്നെ വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനില്ല. ഇവരുണ്ടാക്കിയ സംഘടന ഒരു തരത്തിലും നമ്മളായിട്ട് ബന്ധപ്പെടാതെ, അതായത് ഒരു തീരുമാനം എടുക്കാതെ അവർ തീരുമാനം പറയുന്നതാണ്. ഒരു മീറ്റിങ്ങിലോ കാര്യത്തോ ഒരു തീരുമാനം എടുത്തിട്ട് പറയുന്ന തീരുമാനമല്ല, അവർ സ്വയം ഉണ്ടാക്കിയിട്ട് പറയുന്ന തീരുമാനമാണ്. നമ്മളാവശ്യം ഇവരെ ഈ സംഘടന നമ്മളെ ഈ രജിസ്ട്രേഷൻ പുതുക്കിയത് അംഗീകരിക്കാൻ പറ്റില്ല, അത് നിലവിലില്ല, അതുകൊണ്ട് നമ്മളതാണ് യഥാർത്ഥ സംഘടന എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർ ഇതുവരെ ഒരു 14 ജില്ലയിലും കൂടി സംസ്ഥാന മലയൻ സമുദായ സംഘം എന്ന് പറയുന്നത്, ഈ 14 ജില്ലയിലും പോയിട്ട് ഒരു ജില്ലയിലും ഇതിൻ്റെ ഒരു യോഗം ചേർന്നതായിട്ടോ ഭാരവാഹികളെ തിരഞ്ഞെടുത്തായിട്ടോ ഇല്ല. അപ്പോൾ അത് പറഞ്ഞത് തെറ്റാണ് അവർ പറയുന്നത്. നമ്മളവരുമായിട്ട് എതിരിടാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. മലയൻ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതന്നെ നമ്മുടെ സമുദായ സംഘടന ഒരു ഉത്തര കേരള മലയ സമുദായ ഉദ്ധാരണ സംഘം എന്നാണ്. ഇതുവരെ നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തിയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഇതുപോലുള്ള സ്ഥാനമോഹികൾ തന്നെ പറയാം. ഉത്തര കേരള മലയ സമുദായ സംഘം എന്ന സംഘടന 1978 സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ്. എന്നാൽ വൺ ടൈം രജിസ്ട്രേഷനാണ് എന്ന ധാരണയിൽ ഓരോ വർഷവും ഭാരവാഹികളുടെ പട്ടിക പുതുക്കി നൽകിയിരുന്നില്ല. ഈ കാരണത്താലാണ് സംഘടന നിലവിലില്ലെന്ന വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ 8ഓളം പേർ യോഗം ചേർന്ന് ഉത്തര കേരള മലയ സമുദായോദ്ധാരണ സംഘത്തെ തങ്ങളിൽ ലയിപ്പിച്ചെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ദിനേശൻ പണിക്കർ, മനോഹരൻ പണിക്കർ, ഷൈജു പണിക്കർ, ബാലകൃഷ്ണ പണിക്കർ, പ്രേമൻ പണിക്കർ എന്നിവരും പങ്കെടുത്തു. പലരും പരീക്ഷിച്ചു വരുന്ന വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മുണ്ടേരി പഞ്ചായത്ത് 11ാം വാർഡ് കാഞ്ഞിരോട് തലമുണ്ടയിലെ ബൈജു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് 12 സെന്റ് സ്ഥലത്ത് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി ബൈജു കൈകാര്യം ചെയ്തത്. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 38 വർഷത്തോളം പല രാജ്യങ്ങളിലായി ജോലി സംബന്ധമായി പ്രവാസ ജീവിതം നയിച്ച ബൈജു അൾജീരിയയിൽ നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജറായി വിരമിച്ച് നാട്ടിൽ വരുമ്പോൾ വ്യക്തമായ കൃഷിമോഹവും ബൈജുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അധ്യാപകനായ അച്ഛൻ നല്ലൊരു കർഷകനും കൂടിയായിരുന്നു. അത് കണ്ടാണ് കൃഷിയോടുള്ള താല്പര്യം ബൈജുവിനും തോന്നിയത്. വീടിനോട് ചേർന്ന് കാടുമൂടിയ സ്ഥലം വെട്ടിത്തെളിയിച്ച് കൃഷിയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് പന്നിശല്യം ഒഴിവാക്കാൻ ഫെൻസിങ്ങും ചുറ്റും മതിലും കെട്ടി ജലസേചനത്തിനായി പഴയ കിണർ വൃത്തിയാക്കി പമ്പ് സെറ്റും വാട്ടർ ടാങ്കും ഡ്രിപ്പ് സൗകര്യവും ഏർപ്പെടുത്തി. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 4 ഇഞ്ച് വ്യാസമുള്ള 2.5 മീറ്റർ PVC പൈപ്പിന്റെ അടിഭാഗത്ത് കമ്പി കയറ്റി മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് കുരുമുളക് തൈകൾ പൈപ്പിന്റെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്ത് നടുകയാണ് ആദ്യപടി ചെയ്തത്. തൈകൾ വളരുന്നതനുസരിച്ച് പൈപ്പ് നീട്ടിക്കൊടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നിൽക്കുന്ന പറമ്പത്ത് ഞാനൊരു 10-12 സെൻറ്റ് സ്ഥലത്ത് എല്ലാം മരങ്ങളും ആവശ്യമില്ലാത്ത പാഴ്മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ അതിൻ്റെ വേരും റൂട്ടും കാര്യങ്ങളൊക്കെ പിഴുതെറിഞ്ഞതിന് ശേഷം ഇവിടെ JCB വെച്ചിട്ട് മണ്ണ് കാര്യങ്ങളെല്ലാം മുഴുവൻ ഇളക്കിയിട്ട്, അപ്പോൾ ഇവിടെ പന്നീൻ്റെ ശല്യം, കുറുക്കൻ്റെ ശല്യങ്ങൾ കാരണം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചുറ്റോട്ട് ഫെൻസിട്ട് ഒരു ഭാഗത്ത് മതിൽ കെട്ടി. ഇവിടെ ഒരു പഴയൊരു കിണറുണ്ടായിരുന്നു, അതൊന്ന് റിനോവേറ്റ് ചെയ്ത് അതൊരു റിങ്ങൊക്കെ ഇട്ടിട്ട് സ്ഥിരമായിട്ട് വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് അതിനനുബന്ധിച്ചിട്ട് തന്നെ ഒരു വാട്ടർ ടാങ്കും ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കും ആക്കി. അപ്പോൾ വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഫെൻസ് ഇതെല്ലാം പ്രൊട്ടക്ഷനൊക്കെ ആദ്യം എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. യൂട്യൂബിൻ്റെ അകത്തുനിന്നും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് ചാഞ്ഞത്. എനിക്ക് അല്ലാതെ വീട്ടിലെ കരേക്കാലിലും മരത്തിൻ്റെ മുകളിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടും കുരുമുളക് ഉണ്ട്, നമുക്ക് അത്യാവശ്യം മോശമുള്ള വീട്ടാവശ്യത്തിനും കുറച്ചൊക്കെ വിൽപ്പനക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷി യൂട്യൂബിൻ്റെ അകത്ത് കൂടെ എല്ലാം കണ്ട് വളരെ ആദായം കിട്ടും എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ഒരു കുരുമുളക് PVC പൈപ്പിൻ്റെ മുകളിൽ പടർന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തത്.
കുരുമുളക് കൃഷിയുടെ കൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളായ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, പയർ, കാബേജ്, കോളിഫ്ലവർ, താലോരി, കയ്പ, അൾജീരിയൻ സ്വീറ്റ്, വാട്ടർമെലൺ കൂടാതെ കവുങ്ങ്, വാഴ തുടങ്ങിയവയും ഇടവിളയായി കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ കൃഷിത്തോട്ടത്തിലിറങ്ങിയാൽ വൈകുന്നേരമേ വിശ്രമമുള്ളൂ. സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്നുമുള്ള ഒരു ഫലം കിട്ടുമ്പോഴുള്ള മാനസികമായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ബൈജു പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ഷൈനയുടെ പൂർണ്ണ പിന്തുണയും ബൈജുവിനുണ്ട്. 2 പെൺമക്കളിൽ മൂത്ത മകൾ ഐശ്വര്യ ഭർത്താവ് വിഷ്ണുവും UK-യിലും, രണ്ടാമത്തെ മകൾ അപ്സര നെതർലാൻഡിൽ സിവിൽ എഞ്ചിനീയേഴ്സ് മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ്. നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് ട്രാവൽ ബസാറിന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ലാഷ് മോബിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് TK രമേഷ് കുമാർ നിർവഹിച്ചു. നോംടോ സെക്രട്ടറി C അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് TV മധുകുമാർ, EK അജിത് കുമാർ, ദിനേശ് ആലിങ്ങൽ, ചേംബർ ട്രഷറർ K നാരായണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7145, പവന് 57,160, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപട്യം, ദുരിതബാധിതരോടുള്ള അവഗണന ഇന്നും തുടരുന്നു. പ്രതിഷേധവുമായി CPI ജില്ലാ കമ്മിറ്റി. വി മുരളീധരന്റെ പരാമർശം അപഹാസ്യമെന്നും CN ചന്ദ്രൻ. നോർത്ത് മലബാർ ട്രാവൽ ബസാർ ഈ മാസം 23-ന് സംഘടിപ്പിക്കുന്നത് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 200ഓളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയുമായി CH ബൈജു. കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്നും. കുരുമുളകിനൊപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും. കൃഷി മാനസികോല്ലാസത്തിനെന്ന് ബൈജു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.